تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت الرجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت الرجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت الرجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും മറ്റെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതര സിദ്ധാന്തം നിലനിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ അവരോട് ആദ്യമായി പറയാറുള്ളത്. രാഷ്ട്രീയം പറയുന്നവർ ഇലക്ഷൻ വരുമ്പോൾ പരസ്പരം ഓരോ കക്ഷിയും മറ്റ് കക്ഷികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എണ്ണിപ്പറയുന്നുവെങ്കിൽ അത് പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ അത് കഴിഞ്ഞാലെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭദ്രത നിലനിർത്തുന്നതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ദീനീ പ്രസ്ഥാനങ്ങളിൽ ഇല്ല. ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവിധ ഭിന്നതകളും ഉണ്ടാക്കി തീർത്ത് അവർ വലിയ കക്ഷികളാണെന്ന് രാഷ്ട്രത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം പ്രത്യേകമായി അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള പാർട്ടികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ വലിയ സ്ഥാനം കൊടുത്ത് വളർത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണാധികാരികളും എല്ലാ കേന്ദ്ര സ്റ്റേറ്റ് ഭരണാധികാരികളും ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണെന്ന് ഞാനിപ്പോൾ പേര് പറയേണ്ടതില്ല. ഒരു 0.5% പോലും ഇല്ലാത്ത ചില കക്ഷികൾ പരിശുദ്ധ ദീനിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും വികലമായി ചിത്രീകരിച്ച് അവരിവിടുത്തെ വലിയ പാർട്ടികളാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ആ
അവസ്ഥ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇവിടെ പാരമ്പര്യമായി ഇന്ത്യ രാജ്യം നിലനിന്നത് മുതൽ ഉള്ള സംഘടനയാണ്. എല്ലാവർക്കും അറിയാം, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി കേട്ട ശബ്ദം തൗഹീദിൻ്റെ ശബ്ദമാണ്. കാരണം അമ്പിയാക്കളുടെയും സർവ്വജനങ്ങളുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്താണ്. അവിഭക്ത ഇന്ത്യയാണ്. ഇപ്പോൾ ആ സ്ഥലം ഇന്ത്യയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അന്ന് ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാം പറയുന്ന ഈ കലിമത്തു തൗഹീദിൻ്റെ ഒന്നാം ഭാഗമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആദ്യമായി ലോകത്തിന് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾക്കാണ് ആദം നബി അലൈഹിസ്സലാം കേൾപ്പിച്ചിട്ടുള്ളത്. അന്ന് മുതൽ ശേഷം എത്രയോ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി. എന്നാൽ അവർ പഠിപ്പിച്ച തൗഹീദിൻ്റെ അർത്ഥം ഒരിക്കലും ഇവിടെ വികലമാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അത് അവസാനത്തെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ തൗഹീദ് ലോകത്തിന് നിലനിൽക്കുകയല്ലാതെ ഒരിക്കലും ഇവിടെ കുഴപ്പമോ ഭിന്നതയോ ഉണ്ടായിട്ടില്ല എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത്തരം ഭിന്നതകളിൽ നിന്നും ഛിന്ന ഭിന്നമായി പോകുന്ന പ്രവണതകളിൽ നിന്നും മാറി നിൽക്കുകയും ഒറ്റക്കെട്ടായി ഇവിടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ചിന്താഗതികൾ നിലനിർത്തുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആരാണ് എന്നും അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും വിശദമായി നാളെയും അടുത്ത ദിവസവും ഉള്ള സമ്മേളനങ്ങളിൽ നമുക്ക് കേൾക്കാം. ഇന്ന് കേൾക്കാത്തതിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അള്ളാഹു നമ്മുടെ ഈ സമ്മേളനം അവൻ പൊരുത്തപ്പെട്ട ഒരു സമ്മേളനമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി അധ്വാനിച്ച പ്രവർത്തകന്മാർ, വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ, പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. SYS 70-ാം വാർഷിക സമ്മേളനത്തിന് സാംസ്കാരിക നഗരിയിൽ ഉജ്ജ്വല തുടക്കം. മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് വേദികൾ. സേവനം ചെയ്യുക എന്നത് മനുഷ്യരുടെ ഉത്തരവാദിത്തമാണെന്ന് അമേരിക്കൻ പണ്ഡിതൻ ഷൈഖ് യഹിയ റോഡസ്. വയനാട് ഉരുൾപൊട്ടൽ ഭൂമിയിൽ സാന്ത്വന പ്രവർത്തന രംഗത്ത് സജീവമായ SYS പ്രവർത്തകർക്ക് ബിഗ് സല്യൂട്ടെന്ന് മന്ത്രി കെ രാജൻ. സേവനങ്ങൾ കേരള ജനത മറക്കില്ലെന്നും മന്ത്രി. രാഷ്ട്രീയ കക്ഷികൾ മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നാളെ പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ഞാൻ ബുദ്ധിയുള്ള ആളാണ്, എൻ്റെ ബുദ്ധിക്കൊക്കണം. ദീനെന്ന് വെച്ചാൽ പറ്റൂല. എല്ലാവരെക്കാട്ടും ബുദ്ധിയുള്ള ആളാണ് അതിൻ്റെ സൂര്യ. അല്ലാഹു തആല പറയാണ്, ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി അല്ലാതെ മരിക്കരുത് എന്നത് പറഞ്ഞ് അല്ലാഹു തആലയ്ക്ക് നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടായിട്ടില്ല. നമ്മളുള്ള കൃപയാണ്, റഹ്മത്ത്. അല്ലാഹു തആല റഹ്മാനാണ്. ആ റഹ്മത്താണ് അല്ലാഹു തആല അന്ന് മുസ്ലിം അല്ലാതെ മരിച്ച് കാഫിറായി ചത്തുപോയാൽ നരകത്ത് കിടക്കേണ്ടി വരും. അത് ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ് അല്ലാഹു തആല ഇങ്ങനെ കൽപ്പിക്കുന്നത്. ഇങ്ങനെ ദീൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ കുടുംബത്തിന് ആ വിഷയത്തിൽ അണിയർത്തുകയും വേണം. എന്നെങ്കിലേ നമ്മുടെ സംഘടനക്കൊക്കെ ശക്തിയുള്ളൂ.
ഓരോ ഇപ്പോൾ മെമ്പർമാർ അവൻ്റെ നാട്ടിലെ അവൻ്റെ കുടുംബങ്ങളെയും നാട്ടുകാരെയും ഒക്കെ കൂട്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിനാണ് പഠിപ്പിക്കുക. എന്നിട്ട് അവിടെ സുന്നികളാകുക, എല്ലാവരും സുന്നികളാകുക. എന്നെങ്കിലും എന്താകുള്ളൂ, ഹൈറുണ്ടാകുള്ളൂ. മറ്റേ പള്ളിയിൽ എന്തെങ്കിലും ഒരേ കൂട്ടക്കാരൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞ് മലയാളത്തിൽ വന്നേ ഉത്തരത്തിലുള്ളൂ എന്ന് പറഞ്ഞ് നിക്കരിച്ച് ദ്വാരക്കലും നിർബന്ധമൊന്നുമില്ല, ഇറങ്ങിപ്പോകുക, ദ്വാരില്ല. ഇങ്ങനെ ഇല്ലാതായി ഓരോന്ന് ഇങ്ങനെ ചെറുത് ഇങ്ങനെ പോയിട്ട് പിന്നെ അവസാനം വലിയടത്തേക്ക് എത്തും. അപ്പോൾ നിലനിർത്താൻ എല്ലാവരും പരിശ്രമിക്കണം. അത് നിർബന്ധമല്ലേ നോക്കരുത്. നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ മനസ്സിൽ നന്നാകാൻ വേണ്ടി തകർന്നവിലയ്യാപതി ഭിന്നവാഫിൽ എന്നുള്ള എൻ്റെ ഹബീബ് പറയാണ്, എൻ്റെ ഹബീബ് സുന്നത്ത് കൊണ്ട് എന്നെ കൊള്ളടുക്കും. അടുത്താൽ എന്താവും, ഉത്സിയാതീതാണ്. അടുത്താൽ ഞാനവൻ്റെ പിന്നെ കയ്യാവും കാലാവും വായാവും. ഞാൻ പറഞ്ഞതൊക്കെ ഓൻ പറഞ്ഞതൊക്കെ എനിക്ക് പുറത്തുള്ള കാര്യമായിരിക്കും. ഓന് നടക്കണമൊക്കെ എനിക്ക് പുറത്തുള്ള സ്ഥലത്തേക്കായിരിക്കും. ഓൻ ചെയ്യണത് എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കും. അങ്ങനെ മുക്കറബായി കഴിഞ്ഞാൽ ഓൻ ചെയ്യും. അല്ലാഹു തആലാൻ്റെ മുക്കറബായി കഴിഞ്ഞാൽ ഓന് ഈ ദുനിയാവ് ആഖിറത്തും രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ സംഘടന എന്ന് പറഞ്ഞ് പേരറിഞ്ഞാൽ എന്നാൽ പോരാ. നാട്ടിലൊക്കെ എന്ത് ചെയ്യണം, പ്രവർത്തിച്ചിട്ട് അവിടെ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുറച്ച് ബുക്കായിട്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് ഓരോ പേര് നടന്നിട്ട് ഇവിടെ എത്ര ആളുണ്ട്, ആണുങ്ങൾ എത്ര ഉണ്ട്, എന്താ ജമാഅത്തിനാണ് അത്ര എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സെൻസസ് ബുക്ക് ചെയ്ത് ഇങ്ങനെ നടക്കാൻ വയ്ക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ നടന്നേനെ നമ്മൾ സംഘടന. അങ്ങനെ സംഘടന ജീവിപ്പിച്ച് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ലീഗും കോൺഗ്രസും ഒക്കെ ഉണ്ടെങ്കിലും സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാരുമില്ല. അവർക്ക് മെമ്പർഷിപ്പ് ഇല്ല മഹല്ല് കമ്മിറ്റിയിൽ. ലീഗും കോൺഗ്രസും ഒക്കെ ആയിക്കോട്ടെ, എങ്ങാനും വേണ്ടില്ല. ഏതായാലും ഏത് മുജാഹിദോ ജമാഅത്തോ തബലീഗൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തില്ല, മെമ്പർഷിപ്പ് ഇല്ല. ഓരോ സംഭാവന വാങ്ങില്ല, ഓരോ മെമ്പറായിട്ടും ജനറൽ മെമ്പറായിട്ടും എഴുതുമില്ല. അങ്ങനെയൊക്കെയാണ്. അതിന് ആർക്കും തർക്കമില്ല. ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ മഹല്ല് സുന്നി മഹല്ലായിട്ട് ഇങ്ങനെ നിലനിന്നോളും. അല്ലാഹു തആല സുന്നി മഹല്ലായിട്ട് നിലനിർത്തണം. അതിന് നിങ്ങൾ സംഘടനക്കാരെല്ലാം സജീവമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ തോലെ പറയാം. എനിക്ക് പിന്നെ കൈവിട്ടായിട്ടല്ല, ഞാൻ കുറച്ച് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സാരി അമലാക്കി തരട്ടെ. നിങ്ങളെല്ലാവരും ദ്വാരക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂറ്റടച്ചുകൊണ്ട് പറയാണ്. അസ്സലാമു അലൈക്കും. മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ് അവിടുന്ന് കേൾക്കാത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടുന്ന് കൊടുക്കാൻ ശത്രുക്കൾ കുഴിക്കാത്ത കുഴികൾ ഉണ്ടായിട്ടില്ല, കെണിവലകളില്ല. ഇനി ഒരാരോപണവും ഒരു മനുഷ്യന്റെ പേരിൽ ഉന്നയിക്കാൻ ആർക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുമോ അതെല്ലാം ആ നേതാവിന് നേരെ പലരും ആരോപിച്ചിട്ടുണ്ട്, ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ക്ഷമാപൂർവം നേരിട്ട് ഈ മഹത്തായ പാത ഇത് സത്യത്തിൻ്റെതാണെന്ന് അടിയുറച്ചു നിന്നുകൊണ്ട് ഒരണുവളവ് വ്യതിചലിക്കാതെ ആദർശധാരയിൽ ഉറച്ചു നിന്നതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും. കാന്തപൂരം കാഞ്ചനതാരം കാലത്തിന്റെ കൗതുകസാരം കാവലാളാണേ കാരുണ്യമാണേ കാവലാളാണേ കാരുണ്യമാണേ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അല്ലാഹ് യാ റഹ്മാനു യാ ഫർദാനു യാ സുബ്ഹാനല്ലാഹ്. ഖാദിമുലുമ്മ ശൈഖുനാ ഇബ്നി ഉസ്താദി കാക്കല്ലാ ആയുസിനല്ലാ ഏഗിടുഫില്ലാ ആയുസിനല്ലാ ഏഗിടു. അച്ചടക്കമുള്ളൊരു സമൂഹത്തെ മാർത്തെടുത്തുകൊണ്ട് രാജ്യത്തിന് മാതൃകയായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതിന് മനുഷ്യത്വപരമായുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്ത് സേവന സന്നദ്ധരായുള്ള പ്രവർത്തനങ്ങൾ, ഏത് ആപൽഘട്ടങ്ങളെയും ജനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ SYS നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം. അത്തരത്തിലുള്ള മാതൃകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ
പ്ലാറ്റിനം ജൂബിലിയുടെ 2024 ഈ വർഷത്തെ കേരള സംസ്ഥാന യുവജന സമ്മേളനത്തിനാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മൾ സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രഥമ ശുശ്രൂഷകളുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടിട്ടോ മറ്റൊക്കെ അവയവം കൊണ്ടു രക്തം സ്രവിച്ചുകൊണ്ടേയിരിക്കും, ആളുകളാകെ ശബ്ദരാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. അപ്പൊ അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം രക്തസ്രാവം നിർത്താണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്ന ആ ഭാഗത്ത് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയാണ് മുറിഞ്ഞ ഭാഗത്ത് ചെറിയ മുറിവൊക്കെയാണെങ്കിൽ പ്രഷർ കൊടുക്കാം. അവയവം മുറിഞ്ഞ ഞാൻ വേറെ പറയാം. പ്രഷർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ അവയവത്തെ നമ്മൾ ഹാർട്ടിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക, അവിടെ നെക്കി പിടിക്കുക. അങ്ങനെയാണ് ചെറിയ രക്തസ്രാവങ്ങളൊക്കെ നിർത്തേണ്ടത്. ഹൃദയത്തിനാണ് വരുന്നത്, ഉയർത്തിപ്പിടിക്കുക. പിന്നെ സാധാരണ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ മുറിവായ ഇവിടെ കോട്ടം വെക്കും. അപ്പോ കുറച്ച് രക്തം വരുമ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ വീണ്ടും അവിടെ രക്തം പൊടിയും. ഇത് കോട്ടാവാൻ സമയം കിട്ടൂല. അപ്പോൾ എപ്പോഴും മുറിവായി കഴിഞ്ഞാൽ അവിടെ അടുത്ത കോട്ടം വെക്കുക, അടുത്ത കോട്ടം വെക്കുക, അടുത്ത കോട്ടം വെക്കുക. അതിന് മുകളിലാണ് കെട്ടേണ്ടത്. അതിങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുക. ഒരിക്കലും എടുത്തു നോക്കരുത്. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ രക്തം വരും. ഈ അവയവം മുറിഞ്ഞു പോയ വേറൊന്നാണ്. മുറിഞ്ഞ് കഷ്ണമായി പോയി കഴിഞ്ഞാല് അവയവത്തെ അതാദ്യം ഈ നഷ്ടപ്പെട്ട അവയവം കിട്ടുമെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പാലിക്കേണ്ട ചില പ്രൊസീജിയർ ഉണ്ട്. അതായത് ഈ കൈ എടുത്തിട്ട് ഒരു കീസിലിട്ട് കെട്ടുന്നു. അതിനെ ആ കീസിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ഐസുള്ള ബക്കറ്റിൽ ഐസ് ഇടുക. അതിലേക്ക് ഈ കീസ് ഇറക്കി വെക്കുക. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഐസ് ഈ കീസിലിട്ട് കൊണ്ടുപോകരുത്, ഈ കവറിലിട്ട് കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലാസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൈ അവയവം മുറിഞ്ഞ കൈയിനെ കെട്ടണം. ബ്ലേഡിനെ കെട്ടണം. അതെ, ഇവിടെ നിന്നാണ് മുറിഞ്ഞു പോയതെങ്കിൽ ഇവിടെ കെട്ടണം, ഇവിടെ തൊട്ട് മുകളിൽ കെട്ടണം. ഈ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അബദ്ധത്തിൽ ഇത് നന്നായിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോകും. കെട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് മുറിവിന്റെ ഇത്ര കുറച്ച് കയറ്റി കെട്ടാം. നമുക്ക് ഇവിടെ നിർത്താൻ പറ്റിയ രൂപത്തിൽ. ഇത് കെട്ടുന്ന സമയത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കെട്ടിന് ശേഷം ഇത് ലൂസായിട്ട് കെട്ടാം, ഇതിന് മുകളിൽ കെട്ടാം. ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് കെട്ടുന്നു. ഇങ്ങനെ കെട്ടിന് ശേഷം ഇതിപ്പോ ലൂസാണ്, ഇവിടെ രക്തം സ്രവിച്ചുകൊണ്ടിരിക്കും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ടൈറ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് രക്തം നിർത്തുന്നു. ഓരോ 10 മിനിറ്റ് സമയത്തിൽ ഇത് അയച്ചു കൊടുക്കണം. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇത് അയച്ചു കൊടുക്കണം. അപ്പൊ ബ്ലീഡ് രക്തസ്രാവം വീണ്ടും വരും. പുറപ്പെട്ട രക്തം കൊണ്ട് പുറത്ത് പോയിക്കോട്ടെ. ഇത് രക്തോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രക്തം പൂർണ്ണമായി നിറച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക് ഇത് എന്താണ് നനവ് നിലനിൽക്കണം. അതെ, എന്നിട്ട് യോജിപ്പിക്കാം. ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ ഞരമ്പുകളെ വയസ്സുകളും നഷ്ടപ്പെട്ടു പോകരുത്. അപ്പൊ അതിനാണ് ഇത് എന്ത് ചെയ്യുന്നത്, അയച്ചു കൊടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി വന്നോളൂ. വീണ്ടും ലോക്ക് ചെയ്യുന്നു, വീണ്ടും തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോ കയ്യിനെ ഈ കവറിലിട്ട് ഐസുള്ള ബക്കറ്റിലോ മറ്റോ വെച്ച് കൈ കൊണ്ടുപോകുക. തൊട്ടടുത്തുള്ള ഒരു ന്യൂറോ സർജൻ ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കൊണ്ടുപോയാൽ ഈ കയ്യിനിവിടെ തുന്നിച്ചേർക്കാൻ പറ്റും, യോജിപ്പിക്കാൻ പറ്റും. അത് ഇത്ര സമയത്തിനുള്ളിൽ കൊണ്ടുപോകണം. അങ്ങനെ പരമാവധി വേഗത്തിൽ എത്തിക്കാന്നതാണ്. ഇത് വെറും ഫസ്റ്റ് എയ്ഡ് മാത്രമാണല്ലോ, ചികിത്സയല്ല. എത്രയും പെട്ടെന്ന് ഈ സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കാൻ. കേരള യുവജന സമ്മേളനം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോഴുള്ളത് ആമ്പല്ലൂരിലെ തന്നെ ശ്രീ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ 3 ദിവസവും സമ്മേളനത്തിനെത്തുന്ന നിരവധി പ്രതിനിധികളും അല്ലാത്തവരുമായ ആളുകൾക്ക് ഈ ശ്രീ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രം നമ്മുടെ സമ്മേളന നഗരിയിൽ നിന്ന് 100 മീറ്ററിൽ താഴെ മാത്രം ദൂരത്തുള്ള ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ഒരു പാർക്കിംഗ് സ്പോട്ട് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അനുവദിച്ചു തന്നിട്ടുള്ളത്. പാർക്കിങ്ങിന് പുറമെ ബാത്റൂം അടക്കമുള്ള അനേകം സഹായങ്ങൾ, അനേകം സഹകരണങ്ങൾ നമ്മുടെ സമ്മേളനത്തിനെത്തുന്ന അതിഥികൾക്ക് വേണ്ടി ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള വാഹനങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ അധികൃതർ തന്നെ ഇവിടെ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായിരുന്നു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നാണ് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രമേയം. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയകളിലും മറ്റു വാർത്തകളിലുമൊക്കെ കാണുന്ന വിഴുപ്പലക്കലുകൾക്കപ്പുറം അടിത്തട്ടിൽ
മണ്ണിലേക്കിറങ്ങിയാൽ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, പരസ്പരം സഹകരിക്കുന്ന സഹവർത്തിത്വത്തിന്റെ പ്രതീകമായി മാറിയ ഇങ്ങനെയുള്ള നിരവധി മനുഷ്യത്വം പറയുന്ന ചിത്രങ്ങളാണ് ആമ്പല്ലൂരിലെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തെ ആമ്പല്ലൂരുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തെ അന്വർത്ഥമാക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് സമ്മേളന നഗരിക്ക് ചുറ്റും ഈ നാട്ടുകാർ ഇവിടെ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. City Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.